മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ട മാസം 20 കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചത്. കലാപം അതിന്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നും തന്നെ രാജിവെക്കാൻ തയ്യാറാകാതിരുന്ന ബീരേൻ സിംഗ് എന്തിനാ ഈ അവസാന നിമിഷം രാജിവെച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമാണുള്ളത്: BJPയുടെ കുബുദ്ധി. ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് യഥാർത്ഥത്തിൽ മണിപ്പൂരിന്റെ രക്ഷയ്ക്കോ സമാധാനത്തിനോ വേണ്ടിയായിരുന്നില്ല എന്നിപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞു വരികയാണ്. കോൺഗ്രസ് കൊണ്ടുവരാനിരുന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ പാർട്ടി MLA മാർ കൂറുമാറുമെന്നായതോടെ ഗത്യന്തരമില്ലാതെയായിരുന്നു രാജി. മണിപ്പൂരിൽ കാത്തിരുന്ന വലിയ പിളർപ്പിനെയാണ് ഒറ്റ രാജിയിലൂടെ BJP മറികടന്നത്. ബീരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താൻ 5 ദിവസമാണ് BJP നേതാക്കൾ മാരത്തോൺ ചർച്ച നടത്തിയത്. എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി BJP മണിപ്പൂരിൽ തടി തപ്പിയത്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഗവർണർ അജയ് കുമാർ ഭല്ല CRPF IG-യെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 60 അംഗങ്ങളുള്ള നിയമസഭയിൽ NDA സഖ്യത്തിൽ 46 MLA-മാർ ഉണ്ടായിരുന്നിട്ടും ഡൽഹിയിലും ഇംഫാലിലും BJP കേന്ദ്ര നേതൃത്വം നടത്തിയ മാരത്തൺ ചർച്ചയിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാത്തത് BJP-യെ തീർത്തും പ്രതിസന്ധിയിലാക്കിയിരുന്നു. മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സാംബിത് പത്രയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശാരദാ ദേവിയും നേതാക്കന്മാരായിട്ടും MLA-മാരായിട്ടും പലവട്ടം ചർച്ചകൾ നടത്തിയ ശേഷം തീരുമാനമാകാതിരുന്നതോടെ ഗവർണർ അജയ് കുമാർ ഭല്ലയെ കൊണ്ട് നിലവിലെ സ്ഥിതി വിശദീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജ്ഞാപനമിറക്കിയത്. എന്തായാലും ബീരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭ സസ്പെൻഡ് ചെയ്തുവെങ്കിലും പിരിച്ചുവിട്ടിട്ടില്ല. 2027 വരെ നിലവിലെ നിയമസഭയുടെ കാലാവധിയുള്ള മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിനിടയിൽ പാർട്ടിക്കുള്ളിൽ സമവായം ഉണ്ടാക്കാനായാൽ BJPക്ക് വീണ്ടും മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുന്നത്. 1967 മുതൽ 2001 വരെയുള്ള കാലയളവിൽ 10 തവണയോളം മുമ്പ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൂക്കുസഭകളെ തുടർന്നും സംഘർഷങ്ങളെ തുടർന്നുമെല്ലാം മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഇതിനു മുൻപും പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം 1969 ഒക്ടോബർ 17 മുതൽ 1972 മാർച്ച് 22 വരെയായിരുന്നു. 2 വർഷവും 157 ദിവസവുമാണ് അന്ന് ഈ സംസ്ഥാനം രാഷ്ട്രപതി ഭരിച്ചത്. 2001 ഏറ്റവും ഒടുവിലായിട്ട് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. 2002 മാർച്ച് വരെയായിരുന്നു. തുടർന്ന് രാഷ്ട്രപതി ഭരണം 277 ദിവസം നീണ്ടുനിന്നു. ഒരു സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടാലാണ് ആർട്ടിക്കിൾ 356 പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയോടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇതോടെ രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരം ഗവർണറിലേക്ക് വന്നു ചേരും. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിലേക്ക് അധികാരം വരും. നിയമസഭ പിരിച്ചുവിടുകയോ താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയോ ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മണിപ്പൂരിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിലേക്ക് വരുന്നതോടെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ സമവായത്തിലെത്താൻ BJPക്ക് സാധിച്ചില്ല എങ്കിൽ സഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ആവശ്യപ്പെടുകയും ചെയ്യാം.